എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഐറ്റംസ് എന്തുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നത്. അപ്പോൾ നമ്മൾ റെഡി സ്റ്റോക്ക് കൊണ്ടുവരുന്ന ഒരു ഐറ്റം ആയിരുന്നാലും അതായത് നമ്മൾ ഇതിന്റെ പ്രീ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബുക്കിംഗ് സ്ലോട്ട്സ് ഇത്രയും ഫിൽ ആവുന്നത്, നിങ്ങൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി കീപ്പ് ചെയ്തിട്ടാണോ ഈ ഐറ്റംസ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഒത്തിരി പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റത്തിന്റെ നമ്മുടെ എലഫന്റ് അംബ്രല്ല പ്രിന്റിന്റെ കോഡ് സെറ്റിന്റെ സെക്കൻഡ് ഡിസ്പാച്ച് ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഫസ്റ്റ് ഡിസ്പാച്ചിന്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണേ. ഇത്രത്തോളം പീസാണ് നമ്മൾ സെക്കൻഡ് ഡിസ്പാച്ചിൽ മാത്രമായിട്ട്, ഇത് സെക്കൻഡ് ബാച്ചിന്റെ ഡിസ്പാച്ച് ആണ്. ഇത്രത്തോളം പീസസ് ആണ് ഇന്നൊരു ദിവസം ഇവിടെ നിന്ന് ഈ ഐറ്റത്തിന് നമുക്ക് ഡിസ്പാച്ച് ആവുന്നത്. അപ്പം ഞാൻ ശരിക്കും ഇതിന്റെ ക്വാണ്ടിറ്റി കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ഐറ്റംസ് സോൾഡ് ഔട്ട് ആവുന്നതെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമല്ലോ. ഇപ്പം ഞാനിപ്പോൾ 4-5 പീസ് മാത്രം കീപ്പ് ചെയ്തിട്ട് ഒരു ഐറ്റത്തിന്റെ വീഡിയോ ഇട്ടാലും എനിക്കത് മേടിക്കാൻ കസ്റ്റമേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഐറ്റം സെയിൽ ആവത്തില്ല, ഐറ്റം സോൾഡ് ഔട്ട് ആവത്തുമില്ല. അപ്പം നമ്മുടെ ഐറ്റംസിന് ഒരു ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വർക്കിംഗ് ലേഡീസ് ഉണ്ട് കേട്ടോ. അവർ എല്ലാ മാസവും നമ്മുടെ അടുത്ത് 4-5 പീസസ്, എനിക്ക് തോന്നുന്നു ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മുടെ എല്ലാ ഐറ്റംസും ലോഞ്ച് ചെയ്യുന്ന ഓൾമോസ്റ്റ് പീസസും ഓരോ പീസ് വീതം കയ്യിലുള്ള ഒത്തിരി റെഗുലർ കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. അവരാണ് ആ ഒരു ഹാൻഡ്ഫുൾ ഓഫ് റെഗുലർ കസ്റ്റമേഴ്സ് ആണ് ശരിക്കും നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അവർ ഇത്രയും വർഷമായിട്ട്, നമ്മളിപ്പോൾ സംഹിത തുടങ്ങിയിട്ട് 6 വർഷമാവുന്നു. ഈ ഒരു 6 വർഷവും ഞങ്ങളുടെ ജേർണിയിൽ ഇതുപോലെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെയിനായിട്ട് പറയേണ്ട 2 റീസൺസ് ആണ്. ഒന്ന്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്വാളിറ്റി, 2 നമ്മുടെ പ്രൈസിങ്. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു ഐറ്റത്തിന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പ്രിൻ്റാണ്. ഇതിൻ്റെ ഒത്തിരി ക്വാളിറ്റിയിൽ, ഒത്തിരി ടൈപ്പ് മെറ്റീരിയൽസിൽ ഈ ഒരു പ്രിൻറ്റ്, ഇപ്പോൾ കോട്ടൺ ആയിക്കോട്ടെ, കോട്ടൺ മിക്സ് വരുന്ന ഫാബ്രിക്സ് ആയിക്കോട്ടെ, റയോണിലായിക്കോട്ടെ, ഒത്തിരി വെറൈറ്റീസിൽ ഫാബ്രിക്കിൽ തന്നെ പല ഫാബ്രിക്കിൽ ഈ ഒരു പ്രിന്റ് ചെയ്യുന്ന ഒത്തിരി ബൊട്ടീക്സ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ അത്രയും എന്താ പറയുക, ബ്രീത്തബിൾ ആയിട്ടുള്ള, അത്രയും ഫൈൻ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ വരുന്ന കോട്ടൺ ഫാബ്രിക്കിലൊക്കെയാണ് ഈ ഒരു ഐറ്റം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം സ്റ്റിച്ചസ് ഒക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആണ്. ജസ്റ്റ് ആ ഒരു ഫിനിഷിംഗ് ഒക്കെ കാണിച്ചു കൊടുക്കൂട്ടോ. കണ്ടോ, സ്റ്റിച്ചസ് ഒക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട്, ആ പ്ലീറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അയൺ ചെയ്ത് കീപ്പ് ചെയ്ത് അത്രയും അടിപൊളിയായിട്ടാണ്. അതുപോലെ തന്നെ ഉള്ളിൽ കൊടുക്കുന്ന കോട്ടൺ ലൈനിങ്, നമുക്കിപ്പോൾ 30 രൂപയുടെ കോട്ടൺ ലൈനിങ് കൊടുക്കാം ഒരു കുർത്തിയിൽ, 40 രൂപയുടെ കോട്ടൺ ലൈനിങ് കൊടുക്കാം, 50 രൂപയുടെ കൊടുക്കാം. ഹോൾസെയിൽ പ്രൈസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് ലൈനിങ്ങിൻ്റെ പെർ മീറ്റർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലൈനിങ് ആയിരുന്നാലും അതുപോലെ, അതിപ്പോൾ ഞാൻ 999 റേഞ്ചിൽ വരുന്നൊരു പ്രോഡക്റ്റ് 499 റേഞ്ചിൽ വരുന്നൊരു പ്രോഡക്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 499 രൂപയ്ക്ക് നമ്മുടെ അടുത്ത് നിന്ന് ഒരു കുർത്തി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 499 രൂപയ്ക്ക് 10% വർത്ത് ആയിരിക്കും. 999 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 999 രൂപയ്ക്ക് ആ ഒരു പ്രോഡക്റ്റ് 100% വർത്ത് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഐറ്റത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ എ ലൈൻ പാറ്റേണിൽ 1 സൈഡ് പോക്കറ്റോട് കൂടിയാണ് ഈ ഒരു ഐറ്റം വരുന്നത്. 1 സൈഡ് പോക്കറ്റോട് കൂടി എ ലൈൻ പാറ്റേണിലാണ് കുർത്തി ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ശരിക്കും നമ്മൾ കസ്റ്റമേഴ്സിന് അത്രയും കംഫർട്ടബിൾ ആവാനായിട്ട് ബാക്ക് സൈഡിൽ നമ്മൾ ഇലാസ്റ്റിക് ആയിട്ടാണ് ഐറ്റം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ടൈസ്, ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും സൈസ് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ടൈസും കൂടെ കൊടുത്തിട്ട് ആണ് ഈ ഒരു ബോട്ടം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടുള്ള പക്ക ക്വാളിറ്റിയിലാണ് നമ്മുടെ ഐറ്റംസ് വരുന്നത്. പിന്നെ ഐറ്റംസിന്റെ പ്രൈസിങ്സ്, നമ്മുടെ കുർത്തീസ് എന്ന് പറയുമ്പോൾ 399, 499 റേഞ്ചിൽ മുതൽ വിത്തൗട്ട് ലൈനിങ്ങിന്റെ കുർത്തീസ് വരുന്നുണ്ട്. നമുക്ക് കോഡ് സെറ്റ്സ് വരുമ്പോൾ എല്ലാം മാക്സിമം റേഞ്ച് വരുന്ന 899, 999 ഒക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഐറ്റംസും, മിക്കവാറും എല്ലാ ഐറ്റംസും, നമ്മുടെ സാരീസ് അത്രയും പ്രീമിയം റേഞ്ചിൽ വരുന്ന കുറച്ച് 3 പീസ് സെറ്റുകളോ അങ്ങനെയൊക്കെ വരുന്ന ഐറ്റംസ് ഒഴിച്ച് ബാക്കിയെല്ലാം നിങ്ങൾക്ക് നമ്മുടെ പേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എല്ലാം ബിലോ 1000 റേഞ്ച് വരുന്ന പ്രോഡക്ട്സ് ആണ്. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ 899 റേഞ്ചിൽ വരുന്ന അല്ലെങ്കിൽ 799 റേഞ്ചിൽ വരുന്ന ഒരു കോഡ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മാക്സിമം ക്വാളിറ്റി കൊടുത്തിട്ടാണ് നമ്മൾ ആ ഒരു ഐറ്റം ചെയ്യുന്നത്. അപ്പോൾ ഈ 2 റീസൺസ് കൊണ്ടിട്ടാണ് ഞങ്ങളുടെ ഐറ്റംസ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ബുക്കിംഗ് ക്ലോസ് ആകുന്ന അല്ലെങ്കിൽ സോൾഡ് ഔട്ട് ആയി പോകുന്നതാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞൊരു 6 വർഷത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്രോഡക്ട്സ് റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും നെഗറ്റീവായിട്ടുള്ള റിവ്യൂസും എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. കഴിഞ്ഞൊരു ദിവസം നമ്മുടെ വീഡിയോൻ്റെ താഴെ തന്നെ ഒരാൾ വന്നിട്ട് ഇതുപോലെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏത് ഐറ്റം നോക്കിയാലും നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ സൈസ് സോൾഡ് ഔട്ട് ആണ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് കണ്ടു. അപ്പോഴാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ സംഹിതയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്.